ഹലോ, 10th സ്റ്റാൻഡേർഡിൻ്റെ സോഷ്യൽ സയൻസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് അത് ആൻസർ ചെയ്ത് പഠിക്കുകയാണ് വേണ്ടത് കേട്ടോ. ഈ ടൈമിൽ നിങ്ങൾ ഓൾറെഡി എല്ലാം പഠിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ക്വസ്റ്റ്യൻസ് എങ്ങനെ വരും എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് കുറേ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, അത് ആൻസർ ചെയ്ത് പഠിക്കുക. അപ്പോൾ നമ്മൾ ഈ ചാനലിൽ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ മെയിനായിട്ട് ഏതൊക്കെ പോർഷൻസ് കവർ ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഭാഗം കൂടി ഒന്ന് ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് A+ ഈസി ആയിട്ട് കിട്ടും. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് മൗണ്ട് K2. ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഗദർ പാർട്ടിയുടെ നേതാവ് ഓപ്ഷൻ സി ആണ്, ലാല ഹർദയാലാണ്. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. നൽകിയിട്ടുള്ളവയിൽ പൗരബോധം പ്രതിഫലിക്കുന്ന പ്രവർത്തനം തിരിച്ചറിയുക. വൃദ്ധജനങ്ങളെ ബഹുമാനിക്കൽ. ഒരു സാമ്പത്തിക വർഷത്തിൽ സർക്കാർ പ്രതീക്ഷിക്കുന്ന വരവും ചെലവും വിശദമാക്കുന്ന ധനകാര്യ രേഖയാണ് ബജറ്റ്. ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനിയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി ആണ്, സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് ശാല. സിക്സ്ത് ക്വസ്റ്റ്യൻ നോക്കാം. സമൂഹശാസ്ത്രത്തിൻ്റെ ആവിർഭാവത്തിന് വഴിയൊരുക്കിയ വിപ്ലവങ്ങൾ ഏതെല്ലാം? ഫ്രഞ്ച് വിപ്ലവം, വ്യാവസായിക വിപ്ലവം, ജ്ഞാനോദയം വിപ്ലവം അല്ലെങ്കിൽ ശാസ്ത്ര വിപ്ലവം. ഓക്കെ. സെവൻത്ത് ക്വസ്റ്റ്യൻ. പൗരബോധം വളർത്തിയെടുക്കുന്നതിൽ വിദ്യാഭ്യാസം വഹിക്കുന്ന പങ്ക് വിശദമാക്കുക. ഇതൊക്കെ നമുക്ക് ഗസ് ചെയ്യാവുന്നതാണല്ലേ. എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ വായിക്കുന്നില്ല, ഇത് നിങ്ങൾ വായിച്ചെടുക്കുക കേട്ടോ. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അക്ഷാംശീയ സ്ഥാനം, ഭൂപ്രകൃതി, സമുദ്ര സാമീപ്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം. ഓക്കെ ആണല്ലോ? നയൻത്ത് ക്വസ്റ്റ്യൻ. ജലഗതാഗതത്തിൻ്റെ മേന്മകൾ എന്തെല്ലാം? ജലഗതാഗതത്തിൻ്റെ മേന്മകൾ. ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗ്ഗമാണ്. വൻതോതിലുള്ള ചരക്ക് ഗതാഗതത്തിന് ഉചിതം. പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നില്ല. അന്താരാഷ്ട്ര വ്യാപാരത്തിന് ഏറ്റവും യോജിച്ചത് ജലഗതാഗതമാണ് കേട്ടോ. GST പറ്റി ലഘു കുറിപ്പ് തയ്യാറാക്കാനാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ. ഇതിൻ്റെ മുന്നത്തെ വർഷങ്ങളിലൊന്നും കണ്ടിട്ടില്ല. ഓക്കെ. 10th ക്വസ്റ്റ്യൻ. GST പറ്റി ലഘു കുറിപ്പ് തയ്യാറാക്കുക. ചരക്ക് സേവന നികുതി. ചരക്ക് സേവന നികുതി കൊടുത്തിട്ടുണ്ട്. വിവിധ തരം ചരക്ക് സേവന നികുതികളും, അതായത് SGST, CGST, IGST. ഓക്കെ. 2017 ജൂലൈ 1 മുതലാണ് കേട്ടോ നിലവിൽ വന്നത്. അപ്പോഴാണ് നമുക്ക് ഈ GST വരുന്നല്ലേ. ഇതെല്ലാം ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. ഒറ്റ തവണ വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇതെല്ലാം ഓർത്തെടുക്കാൻ പറ്റും. ഓക്കെ. അടുത്തത് നമുക്കൊരു മാച്ച് ദ ഫോളോയിങ് ആണ്, അത് ചെയ്ത് നോക്കാം. രാമകൃഷ്ണ മിഷൻ, അത് സ്വാമി വിവേകാനന്ദനാണ്. അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. തിയോസഫിക്കൽ സൊസൈറ്റി നമുക്കറിയാം ആനി ബസന്റ് ആണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഹിതകാരുണ്യ സമാജം വീരേശലിംഗം. ഓക്കെ ആണല്ലോ? ജസ്റ്റ് ഒന്ന് നോക്കൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 12th ക്വസ്റ്റ്യൻ. ക്വിറ്റ് ഇന്ത്യ സമരത്തെക്കുറിച്ച് ഒരു ലഘു കുറിപ്പ് എഴുതുക. 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഉപബോധകൃത തർക്കത്തിൽ പരാതി നൽകാവുന്ന സന്ദർഭങ്ങൾ സൂചിപ്പിക്കുക. വിലയ്ക്ക് വാങ്ങിയ സാധനത്തിന് കേടുപാടുകൾ അല്ലെങ്കിൽ പോരായ്മകൾ സംഭവിക്കുക. വിവിധ സർക്കാരേതര സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിച്ച സേവനത്തിന് പോരായ്മകൾ ഉണ്ടാവുക. അതുപോലെ തന്നെ യഥാർത്ഥ വിലയേക്കാൾ കൂടുതൽ വാങ്ങുക. മായം ചേർക്കൽ നിരോധന നിയമം ലംഘിക്കുക, അതായത് മായം ചേർത്തിട്ടുണ്ടെങ്കിൽ അല്ലേ. ജീവന് ഹാനികരമായതോ സുരക്ഷിതമല്ലാത്തതോ ആയ സാധനങ്ങൾ വയ്ക്കുക. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകുക. ഓക്കെ. വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം എന്നിവയുടെ പ്രാധാന്യം വിശദമാക്കുക. വൈക്കം സത്യാഗ്രഹം എന്തിനാണ് നടന്നത്? വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പൊതുനിരത്തിലൂടെ യാത്ര ചെയ്യാൻ അല്ലേ അവർണ ജാതിക്കാർക്ക് അനുവാദം ലഭിച്ചു അതുവഴി. ഓക്കെ. സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അല്ലേ. ഗുരുവായൂർ സത്യാഗ്രഹം എന്തിനായിരുന്നു? ഗുരുവായൂർ അമ്പലത്തിൽ എല്ലാവർക്കും അല്ലേ, എല്ലാ ജാതിയിലും പെട്ട ഹിന്ദുക്കൾക്ക് പ്രവേശനം അനുവദിക്കാൻ വേണ്ടിയിട്ടാണ് ഗുരുവായൂർ സത്യാഗ്രഹം. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് കുറച്ച്
സ്ഥലങ്ങൾ തന്നിട്ടുണ്ട്. അത് നമുക്കൊരു മാപ്പ് തരും, അതിൽ ലൊക്കേറ്റ് ചെയ്യാനാണ് തന്നിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇതിൻ്റെ മുന്നത്തെ വീഡിയോ ആയിട്ട് ഒരു വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കാണാത്തവർ പോയി കാണാം കേട്ടോ. ഇതിൻ്റെ ആൻസർ ഇപ്പോൾ കാണിക്കാവേ. ഓക്കെ, ഇവിടെ നോക്കാം. കാവേരി നദി കാണിക്കാം കേട്ടോ. ഡക്കാൻ പീഠഭൂമി ഇങ്ങനെയാണ്, ഈ ഒരു പോർഷനിലാണ് ഡക്കാൻ പീഠഭൂമി വരുന്നത്. പിന്നീട് പശ്ചിമഘട്ട മലനിരകളുണ്ട്. കാണ്ട്ല തുറമുഖം ഇവിടെയാണ് കേട്ടോ. കാണ്ട്ല തുറമുഖം ഗുജറാത്തിലാണ്. കാണ്ട്ല തുറമുഖം. പിന്നെ ഷോർട്ടാക്കിയിട്ട് കാണിക്കാം. ഓക്കെ, ഇവിടെ കാണ്ട്ല തുറമുഖം വരുന്നു. അതുപോലെ തന്നെ കാവേരി നദി കർണാടക ടു തമിഴ്നാട് കേട്ടോ. അവിടെയാണ് നമ്മുടെ എന്ത് വരുന്നത്, കാവേരി നദി വരുന്നത്. പിന്നീട് പശ്ചിമഘട്ട മലനിരകൾ ഗുജറാത്തിൻ്റെ ഇവിടെ തുടങ്ങിയിട്ട് നമ്മുടെ കേരളത്തിൻ്റെ അടുത്ത് വരെയാണ് പശ്ചിമഘട്ട മലനിരകൾ വരുന്നത്. പിന്നെ കാണ്ട്ല തുറമുഖം പറഞ്ഞു, ഗുജറാത്തിലാണ്. പശ്ചിമഘട്ടം പറഞ്ഞു, കാവേരി നദി പറഞ്ഞു. ഡക്കാൻ പീഠഭൂമി ഇവിടെയാണ് ഡക്കാൻ പീഠഭൂമി. ഓക്കെ ആണല്ലോ. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ തൊട്ട് മുന്നേ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണണമെങ്കിൽ പോയി കാണാം, അത് കണ്ട് മനസ്സിലാക്കാം കേട്ടോ. 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് വാരി വ്യവസ്ഥയും മഹൽവാരി വ്യവസ്ഥയും തമ്മിലുള്ള വ്യത്യാസം എഴുതുക. ഇത് ചോദിക്കാൻ ചാൻസുള്ള ഒരു ക്വസ്റ്റ്യൻ ആട്ടോ. റൈറ്റ് വാരി വ്യവസ്ഥയും മഹൽവാരി വ്യവസ്ഥയും. റൈറ്റിൽ എന്താണ്, കർഷകനിൽ നിന്ന് നേരിട്ട് നികുതി പിരിച്ചു അല്ലേ. മഹൽവാരിയിൽ ഗ്രാമത്തലവന്മാരായിരുന്നു നികുതി പിരിച്ചിരുന്നത്. പിന്നെ റൈറ്റ് വാരിയിൽ അമിതമായ നികുതി നിരക്കായിരുന്നു. നികുതി നിരക്ക് ഇടയ്ക്കിടെ വർദ്ധിപ്പിച്ചു കർഷകർ, ഭൂ ഉടമകൾ. അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിൽ നടപ്പാക്കിയ ഒരു സിസ്റ്റമായിരുന്നു റൈറ്റ് വാരി സിസ്റ്റം. അപ്പോൾ മഹൽവാരി നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ. നികുതി നിരക്ക് അമിതമായിരുന്നു, ഗ്രാമത്തെ ഒരു യൂണിറ്റായി കണക്കാക്കിയിരുന്നു നികുതി പിരിച്ചത്. ഓക്കെ, 16ന്റെ ഓർ ക്വസ്റ്റ്യൻ നോക്കാം. ബഹിരാകാശ ഗവേഷണ രംഗത്ത് സ്വതന്ത്ര ഇന്ത്യ കൈവരിച്ച ഏതെങ്കിലും 3 നേട്ടങ്ങൾ പട്ടികപ്പെടുത്താനാണ്. ഇതും ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് നമ്മളെ ഫോക്കസ് ഏരിയയിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഏത് രേഖാംശത്തെയാണ് ഇന്ത്യയുടെ മാനക രേഖാംശമായി കണക്കാക്കുന്നത്? ഗ്രീനിച്ച് സമയം രാത്രി 12 മണിയായിരിക്കെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം എത്രയെന്ന് കണക്കാക്കുക. ഇതും ഫോക്കസ് ഏരിയയിലുള്ളതാണ്. ഇനി ഞാനിങ്ങനെ എക്സ്ട്രാ പറയുന്നില്ല, ഇത് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പറഞ്ഞു പോവാട്ടോ. അപ്പം ഏത് രേഖാംശത്തെയാണ് ഇന്ത്യയുടെ മാനക രേഖാംശമായി കണക്കാക്കുന്നത്? 82.5 ഡിഗ്രിയാണ് അല്ലേ. 82.5 ഡിഗ്രി. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. ഗ്രീനിച്ച് സമയം രാത്രി 12 മണിയായിരിക്കെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം എത്രയായിരിക്കും? അപ്പോൾ രാവിലെ 5:30 ആയിരിക്കും അല്ലേ. 5:30 മണിക്കൂറല്ലേ വ്യത്യാസം. അപ്പോൾ അതിൻ്റെ ആൻസർ നോക്കിക്കോളൂ. 82.5 ഡിഗ്രി പൂർവ്വ രേഖാംശം 5:30 AM. ഓക്കെ ആണല്ലോ. പശ്ചിമവാദങ്ങളെ പറ്റി ഒരു കുറിപ്പ് തയ്യാറാക്കുക. 17ന്റെ ഓർ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ കേട്ടോ. 18 നോക്കുക. ഇന്ത്യൻ തുണി വ്യവസായത്തിൻ്റെ തകർച്ചയ്ക്ക് ഇടയാക്കിയ ഏതെങ്കിലും 3 കാരണങ്ങൾ സൂചിപ്പിക്കുക. അസംസ്കൃത വസ്തുക്കളുടെ കയറ്റുമതി, ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ ചൂഷണവും പീഡനവും, ഇന്ത്യയിൽ റെയിൽവേ വ്യാപകമായത്. സിമ്പിളായിട്ടുള്ള ഏതെങ്കിലും ഒരു 3-4 പഠിച്ചു വെക്കാം അല്ലേ. 18ന്റെ ഓർ ക്വസ്റ്റ്യൻ നോക്കാം. 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ നിർദ്ദേശങ്ങൾ എന്തെല്ലാം? ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദേശീയ വിദ്യാഭ്യാസ നയം 1986. 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സഹകരണ ബാങ്കുകളുടെ പ്രധാന ഉദ്ദേശ്യങ്ങൾ പട്ടികപ്പെടുത്തുക. ജനങ്ങൾക്ക് വായ്പ നൽകുക, സ്വകാര്യ പണമിടപാട് നടത്തുന്ന വ്യക്തികളിൽ നിന്ന് ഗ്രാമീണരെ രക്ഷിക്കുക, കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ നൽകുക, ജനങ്ങളിൽ സമ്പാദ്യശീലം വളർത്തുക. ഇതൊക്കെ സിമ്പിളാണല്ലേ. വിദ്യാഭ്യാസം എങ്ങനെ രാജ്യത്തിൻ്റെ വികസനത്തെ സഹായിക്കുന്നു എന്ന് സൂചിപ്പിക്കുക.
അത് നമ്മളൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും ഗസ് ചെയ്ത് എഴുതാൻ പറ്റിയ നല്ലൊരു ക്വസ്റ്റ്യൻ ആണല്ലേ അത്. ഇങ്ങനെ ഗസ് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻ ഇത്തവണയും വരട്ടെ അല്ലേ. വിദ്യാഭ്യാസം വ്യക്തികളുടെ കഴിവ് മെച്ചപ്പെടുത്തുന്നു, സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാനുള്ള അറിവ് ലഭിക്കുന്നു, മെച്ചപ്പെട്ട തൊഴിലും വരുമാനവും നേടാനാവുന്നു, ജീവിത നിലവാരം ഉയർത്തുന്നു അല്ലെങ്കിൽ ഉയരുന്നു. 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രാഷ്ട്രം നിർവഹിക്കുന്ന നിർബന്ധിത ചുമതലകൾ എഴുതുക. പൊതുഭരണത്തിൻ്റെ പ്രാധാന്യം എന്ത്? വിശദമാക്കുക. 20ൻ്റെ ഓർ ക്വസ്റ്റ്യൻ ആണ്. നൽകിയിട്ടുള്ള റഫറൻസ് ഗ്രിഡുകൾ പരിശോധിച്ച് താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. പാലത്തിൻ്റെ സ്ഥാനം 4 അക്ക ഗ്രിഡ് റഫറൻസ് രീതിയിൽ കണക്കാക്കുക. ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് കേട്ടോ. ഇങ്ങനെ തന്നിട്ട് നമ്മളോട് ഈ സയൻസ് ഒക്കെ ഇതുപോലെ ചെയ്യാൻ പറയുന്നത്. അത് 82-36 ആണ് കേട്ടോ. 82-36. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 85-37 എന്ന ഗ്രിഡിൽ എന്ത് സാംസ്കാരിക സവിശേഷതയാണുള്ളത്? നോക്കാം. 85-37 എവിടെ? 85 85-37 എന്താണുള്ളത്? ലൈറ്റ് ഹൗസ് ആണല്ലേ. ഓക്കെ, ലൈറ്റ് ഹൗസ് കേട്ടോ. ഇങ്ങനെയാണ് കേട്ടോ നോക്കേണ്ടത്. നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ താഴെയും മുകളിലൊക്കെ പോയിന്റ്സ് തന്നിട്ടില്ലേ, ഓരോ ഡിജിറ്റ്സ് തന്നിട്ടില്ലേ, അത് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഇപ്പോൾ ഈ ഗ്രിഡ് നോക്കിയത് മനസ്സിലായോ നിങ്ങൾക്ക്? 85-37 തന്നിട്ടില്ലേ ക്വസ്റ്റ്യനിൽ. അപ്പോൾ നമുക്കിവിടെ തിരഞ്ഞു നോക്കാം എവിടെയാണ് 85 ഉള്ളതെന്ന്. ഇവിടെ ഒരു 85 കിടക്കുന്നുണ്ട്, ഇവിടെ 37 ഉണ്ട് അല്ലേ. ഇത് ജോയിൻ ചെയ്യുന്ന ഭാഗം എവിടെയാണ്? ഇതാ ഇവിടെ ഉള്ളതാണ് ലൈറ്റ് ഹൗസ്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 84, 63, 62 എന്ന ഗ്രിഡ് റെഫറൻസ് ഉള്ള സാംസ്കാരിക സവിശേഷത എന്ത്? അപ്പോൾ നോക്കാം. അവിടെ എന്താണുള്ളത്? 84-36 അല്ലേ. ഇവിടെ എന്ത് വരും? അവിടെ ക്രിസ്ത്യൻ പള്ളിയാണുള്ളത് അല്ലേ. യെസ്, ക്രിസ്ത്യൻ പള്ളിയാണ് കേട്ടോ ഉള്ളത്. 21ൻ്റെ ഓർ ക്വസ്റ്റ്യൻ നോക്കാം. ഭൂസ്ഥിര ഉപഗ്രഹങ്ങളും സൗരസ്ഥിര ഉപഗ്രഹങ്ങളും തമ്മിൽ താരതമ്യം ചെയ്യുക. ൻ്റെ ക്വസ്റ്റ്യൻ നോക്കാം. 2 തരം പൗരത്വങ്ങൾ ഏതെല്ലാം വിശദമാക്കുക. ഈ പൗരത്വത്തെക്കുറിച്ച് ക്വസ്റ്റ്യൻസ് കുറേ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് കേട്ടോ. പൗരത്വം. ഒരു രാജ്യത്തെ പൂർണ്ണവും തുല്യവുമായ അംഗത്വമാണ് പൗരത്വം. സ്വാഭാവിക പൗരത്വം, ആർജിത പൗരത്വം എന്നിങ്ങനെ 2 തരം പൗരത്വം ഉണ്ട് കേട്ടോ. ജന്മനാ ലഭിക്കുന്ന പൗരത്വമാണ് സ്വാഭാവിക പൗരത്വം. ഒരു രാജ്യത്ത് നിയമാനുസൃതം നേടിയെടുക്കുന്നതാണ് ആർജിത പൗരത്വം. ഓർ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ 2 വിഭാഗങ്ങളായ അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ് എന്നിവ താരതമ്യം ചെയ്യുക. നോക്കാം. അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ് നിങ്ങൾ വായിച്ച് നോക്കാം കേട്ടോ. 23ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇലക്ട്രോണിക് ബാങ്കിങ്ങിനെ കുറിച്ച് ഒരു കുറിപ്പ് എഴുതുക. അതും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കേട്ടോ ഈ ബാങ്കിങ്. ഇപ്പോൾ ഇലക്ട്രോണിക് ബാങ്കിങ്ങും അതിൻ്റെ ഉപയോഗവും കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വായിച്ച് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് പോയിന്റ്സ് ഓർത്ത് വെക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ എളുപ്പമുള്ള 2-3 എണ്ണം വായിച്ച് വെക്കുക കേട്ടോ. ഇലക്ട്രോണിക് ബാങ്കിങ്ങിൽ എന്താണ്? ബാങ്കിങ് ഉപകരണങ്ങളുടെയോ അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുടെയോ സഹായം ആവശ്യമില്ല. അതിൻ്റെ ഉപയോഗം എന്താ? കുറഞ്ഞ സമയം മതി, സർവീസ് ചാർജും കുറവാണ്. ഓക്കെ. 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വസന്തകാലത്തിൻ്റെയും ഹേമകാലത്തിൻ്റെയും സവിശേഷതകൾ താരതമ്യം ചെയ്യുക.
വസന്തം അതുപോലെ തന്നെ ഹേമന്തകാലം. അതിൻ്റെ ടൈം ഡ്യൂറേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ വസന്തകാലം, സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ ആണ് നമ്മളെ ഹേമന്തകാലം. ഓക്കെ. 23ൻ്റെ ഓർ ക്വസ്റ്റ്യൻ വായിച്ചിട്ടില്ലെന്നു. ജനസംഖ്യാ പഠനം നടത്തുന്നത് എന്തിനാണെന്ന് വിശദമാക്കുക. ഇരുപത്തിനാലിൻ്റെ ഓർ ക്വസ്റ്റ്യൻ വായിക്കാം. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ രൂപം കൊള്ളുന്ന സാഹചര്യം വിശദമാക്കുക. ഓക്കെ. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ രൂപം കൊള്ളുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കുറേ പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. 1 2 3 4 5 6 പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. വായിച്ച് നോക്കാം കേട്ടോ. 25ൻ്റെ എ ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ നൽകിയിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ചൈനീസ് വിപ്ലവത്തെക്കുറിച്ച് ഒരു ഉപന്യാസം തയ്യാറാക്കുക. പോയിൻറ്റ്സ്: ഡോക്ടർ സൈൻതാൻ സിംഗിൻ്റെ പങ്ക്, അതുപോലെ തന്നെ മാവോ സേതുങ്ങും ജനകീയ ചൈന റിപ്പബ്ലിക്കിൻ്റെ രൂപീകരണവും. ഡോക്ടർ സന്യാത് സെന്നിൻ്റെ പങ്കാണ് കേട്ടോ. അത് വായിച്ചത് ചെറുതായിട്ടൊന്ന് മിസ്റ്റേക്ക് ആയിപ്പോയി. ഓക്കെ. അപ്പോൾ സന്യാത് സെന്നിനെ കുറിച്ചിട്ടും മാവോ സേതുങ്ങിനെ കുറിച്ചിട്ടൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചെറിയ പോയിൻറ്റ്സ് ആണ്. അപ്പോൾ വായിച്ച് മനസ്സിലാക്കാം കേട്ടോ. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ: ഒന്നാം ലോക യുദ്ധത്തിൻ്റെ കാരണങ്ങൾ വിവരിക്കുക. ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കാരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സൈനിക സഖ്യങ്ങളുടെ രൂപീകരണം, തീവ്ര ദേശീയത, സാമ്രാജ്യത്വ രാഷ്ട്രങ്ങളുടെ പ്രതിസന്ധികൾ, ആസ്ട്രിയൻ കിരീടാവകാശിയുടെ വധം. ഓക്കെ. ഇത് കുറച്ചുണ്ട്, സമയമെടുത്ത് വായിച്ച് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഇതിലുള്ളത്.